ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് ബീഫ് റോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു സവാള. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും വേപ്പിലയെല്ലാം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. 1/4 കിലോ ബീഫ്, ഉപ്പും ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കുക്കറിൽ സ്റ്റീം ചെയ്യിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുത്തത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതിടുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാളയും വേപ്പിലയും പച്ചമുളകും ഇടുക. കുറച്ച് ഉപ്പിടാം. വേഗം തന്നെ വഴണ്ട് വരുന്നതിന് വേണ്ടിയാണ് ഉപ്പിടുന്നത്. ചെറുതായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി. പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കീറിയിട്ട് അതിൻ്റെ മുകളിലിടാം. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. ഒരു ചെറിയ ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടുക. എന്നിട്ട് അതിനാവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 കപ്പ് പാലും ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എട്ട് കഷ്ണം ബ്രെഡ്, ഇതിൻ്റെ അരികെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് അതിൻ്റെ അരി കട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് വെള്ളത്തിലൊന്ന് ബ്രെഡ് മുക്കിയെടുക്കുക. 2 കൈയും വെച്ച് പ്രസ് ചെയ്ത് അതിലുള്ള വെള്ളം മുഴുവൻ കളയുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫ് ഉള്ളിൽ വെക്കുക. എന്നിട്ട് നല്ലോണം പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് എല്ലാ സൈഡും നല്ലപോലെ ക്ലോസ് ചെയ്തിട്ട് അത് മുട്ടയുടെ ബാറ്ററിൽ നിന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുക. ഇങ്ങനെ 8 ബ്രെഡും ചെയ്തെടുക്കുക.
അങ്ങനെ 8 ബ്രെഡിലും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഒരു ബീഫ് റോളായിട്ട് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറും. തീ വെക്കുമ്പോൾ ഹൈ തീ വെക്കരുത്, മീഡിയം തീയിലാകണം. എന്നിട്ട് എല്ലാ സൈഡും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളെല്ലാം വെന്തതുകൊണ്ട് പുറം ഭാഗം മാത്രം വെന്താൽ മതി.